ലാബ് റിപ്പോർട്ടിൽ TSH ഹൈ അല്ലെങ്കിൽ ലോ എന്നൊക്കെ കണ്ടിട്ട് ഇതെന്താണെന്ന് അറിയാതെ വണ്ടറടിച്ച് തന്നിട്ടുണ്ടോ? തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് റിപ്പോർട്ടിലെ T3, T4, TSH ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? വരൂ, ഇന്നത്തെ വീഡിയോയിലൂടെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ മലയാളത്തിൽ മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ സോണി രാജു. വെൽക്കം ടു ഡോക്ടർ എക്സ്പ്ലെയിൻഡ്. നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്ക് എളുപ്പത്തിൽ മലയാളത്തിൽ വിശദീകരണം നൽകുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്രന്ഥികളിലൊന്നാണ്. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്ലാൻഡാണ് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസം, ബോഡി വെയ്റ്റ്, എനർജി, സ്കിന്ന്, ഹെയർ, മൂഡ് അങ്ങനെ പല കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് തൈറോയ്ഡ് ഹോർമോൺസ്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രധാനമായിട്ടും 2 ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. T4 അഥവാ തൈറോക്സിനും T3 അഥവാ ട്രൈ അയഡോ തൈറോണിനും. ഈ 2 ഹോർമോൺസാണ് നമ്മുടെ ബോഡിയിലെ ബേസിക് മെറ്റബോളിക് റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ എൻജിൻ സ്പീഡ് സെറ്റ് ചെയ്യുന്നതെന്ന് എളുപ്പത്തിൽ പറയാം. ഈ 2 ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു ഹോർമോണാണ്. TSH എന്ന് പറയുന്ന നമ്മുടെ തലയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ ബ്രെയിനിനുള്ളിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന TSH എന്ന് പറയുന്ന ഹോർമോണാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. എന്താണ് TSH? TSHനെ നമ്മുടെ ബ്രെയിനിൻ്റെ കമാൻഡ് സിഗ്നലായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ ബോഡിക്ക് കൂടുതലായിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് ആവശ്യമുള്ളൊരു അവസരത്തിൽ നമ്മുടെ ബ്രെയിന് TSH പ്രൊഡ്യൂസ് ചെയ്തിട്ട് തൈറോയിഡിനോട് പറയും കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺസ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള അവസരത്തിൽ T3യും T4ഉം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ നോർമലായിട്ടുള്ളൊരു വ്യക്തിയിൽ TSHൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 0.4 to 4 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ml ആണ്. എന്നാൽ ലാബുകൾക്കനുസരിച്ച് ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവലുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 കാറ്റഗറി ഓഫ് അസുഖങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസവും 2 ഹൈപ്പർ തൈറോയിഡിസവും. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം? ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആവശ്യത്തിന് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അതായത് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്തതായിട്ടുള്ള ഹോർമോൺസ് ആയിട്ടുള്ള T3യും T4ഉം ആവശ്യത്തിന് തൈറോയ്ഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മുടെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഇതിനെ മനസ്സിലാക്കിയിട്ട് TSHനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. TSH പോയിട്ട് തൈറോയിഡിനോട് പറയും നിങ്ങൾ കൂടുതൽ T3യും T4ഉം ഒക്കെ എങ്ങനെയും പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയും. പക്ഷെ എന്നാലും തൈറോയ്ഡ് ഗ്ലാൻഡ് അത് പറ്റണമെന്നില്ല. അതായത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിൽ T3യും T4ഉം കുറവായിരിക്കും, TSH കൂടുതലുമായിരിക്കും. ഇതാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥ. എന്തൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുണ്ടാവുക? ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം അനുഭവപ്പെടുക, തളർച്ച അനുഭവപ്പെടുക, വെയിറ്റ് കൂടുക, മൂഡിൽ ചേഞ്ചസ് ഉണ്ടാവുക, മുടി കൊഴിച്ചിലുണ്ടാവുക തുടങ്ങിയവയാണ് കോമൺ ലക്ഷണങ്ങൾ. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് കൂടുതലായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയായിരിക്കും. അതായത് തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഹോർമോൺസ് ആയിട്ടുള്ള T3യും T4ഉം ഒക്കെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. പക്ഷേ ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് TSHൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യും. അതായത് ഹൈപ്പർ തൈറോയിഡിസത്തിൽ T3യുടെയും T4ൻ്റെയൊക്കെ അളവ് കൂടുതലായിരിക്കും, TSHൻ്റെ അളവ് കുറവുമായിരിക്കും. എന്തൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുണ്ടാവുക? ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, കൂടുതൽ വിയർക്കുക, ഉറക്കം കിട്ടാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് കോമൺ ലക്ഷണങ്ങൾ. ചില അവസരങ്ങളിൽ TSHൻ്റെ ലെവൽസ് നോർമൽ ആയാലും T3യും T4ഉം ഒക്കെ അബ്നോർമൽ ആവാം. ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ വിളിക്കുന്നതാണ് സബ് ക്ലിനിക്കൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് എന്ന്. അതായത് ചിലപ്പോൾ ലക്ഷണമില്ലാതെയും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ വാല്യൂസൊക്കെ അബ്നോർമൽ ആവാം. എപ്പോഴൊക്കെയാണ് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്? കൂടുതലായിട്ട് ഭാരം കൂടുക, കുറയുക, എപ്പോഴും ക്ഷീണവും തളർച്ച ഉണ്ടാവുക, നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, മൂഡ് ചേഞ്ചസ് ഉണ്ടാവുക, പ്രഗ്നൻ്റ് ആവുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുക, പീരീഡ്സിൽ ഇറഗുലാരിറ്റി സംഭവിക്കുക തുടങ്ങിയുള്ള ലക്ഷണങ്ങളുള്ളവർ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഡയബറ്റീസ്, PCOS തുടങ്ങിയ അസുഖങ്ങളുള്ളവരും റുട്ടീനായിട്ട് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ അറിവിലേക്ക് ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ റിപ്പോർട്ട് കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ ബ്ലഡ് റിപ്പോർട്ട്സിനെ മാത്രം അടിസ്ഥാനമാക്കിയല്ല ഒരിക്കലും ഒരു രോഗിയെ ചികിത്സിക്കുന്നത്. ആ വ്യക്തിയുടെ മറ്റുള്ള ലക്ഷണങ്ങളും മറ്റുള്ള ടെസ്റ്റുകളുടെ പരിശോധനാ ഫലങ്ങളും ഫർദറായിട്ടുള്ള ടെസ്റ്റുകളുടെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും എപ്പോഴും ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ അബ്നോർമലായിട്ടുള്ള തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയെങ്കിലോ കൃത്യമായിട്ട് ഒരു ഫിസിഷ്യനെ ചെന്ന് കണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിൽ ഫർദറായിട്ടുള്ള ടെസ്റ്റുകൾക്ക് വിധേയരായി അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈ ഡിസോർഡേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്